ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ബട്ടർഫ്ലൈ ഹെയർ കട്ട് കണ്ടാലോ. ഇതിനെ നമ്മൾ പ്രൊഫൈൽ സെക്ഷൻ ആക്കുക ഫസ്റ്റ്. എന്നിട്ട് അതിനെ 2 സെക്ഷനായിട്ട് വീതിച്ചതിന് ശേഷം ഫസ്റ്റ് 120 ഡിഗ്രിയിൽ കട്ട് ചെയ്യുക. 120 ഡിഗ്രി കട്ട് ചെയ്ത് അതിന് ശേഷം അതിനെ വീണ്ടും 135 ഡിഗ്രിയിൽ, അതായത് ടോപ്പിലേക്ക് കൊണ്ടുവരിക. 120 എന്ന് പറയുമ്പോൾ ആദ്യം ഫേസിന് നേരെ പിടിച്ച് ചെയ്തതിന് ശേഷമാണ് പിന്നെ 135, അതായത് ടോപ്പിലേക്ക് ഹെയർ ടോപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ് അത് കട്ട് ചെയ്യുക. നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക, എല്ലാം ലെവലാണോ എന്നൊന്ന് നോക്കുക. നല്ല വൃത്തിയായിട്ട് അത് ചെയ്തെടുക്കുക. ഈ ഹെയർ കട്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കൂടുതൽ സെക്ഷനൊന്നും എടുക്കാതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു രീതിയാണ് ഈ ഞാൻ പറയുന്നത്. ഇത് ബിഗിനേഴ്സിന് കൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കൂടുതൽ ഡിഗ്രിയും സെക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നീട് അതൊന്ന് കറക്റ്റാണോ എന്ന് നോക്കണേ. കാര്യം നമ്മൾ ചെയ്തത് 120 ഒന്നുകൂടി വെച്ച്, അതായത് ഫേസിന് നേരെ ഒന്നുകൂടി വെച്ച് ലെവലാണോ എന്നൊന്ന് നോക്കണം. നോക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷൻ കറക്റ്റ് ചെയ്യണം. ഇതേ രീതിയിൽ തന്നെ അടുത്ത സെക്ഷന് നമ്മൾ ഇതേ രീതിയിൽ ഒരു വ്യത്യാസം കൂടാതെ അതേപോലെ തന്നെ അടുത്ത സെക്ഷൻ കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ സെക്ഷനും കൂടി കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിലെ സെക്ഷൻ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്ന, അതിനെ പകുതിയാക്കുക. ആ സെക്ഷനെ 2ആയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്തതിൽ നിന്ന് വേണം ഗൈഡ് ലൈൻ എടുക്കാനായിട്ട്. അതിൽ നിന്ന് ഗൈഡ് ലൈൻ എടുത്തിട്ട് ബാക്കിലെ സെക്ഷൻ്റെ ഒരു ചെറിയൊരു ഭാഗം എടുത്ത് ഈ ഗൈഡ് ലൈനിനെ കൂടി ചേർത്ത് പിടിച്ച് അത് 95 ഡിഗ്രിയിൽ 180 ഡിഗ്രിയിലേക്ക് പിടിക്കുക. 180 ഡിഗ്രിയിൽ പിടിച്ചതിന് ശേഷം ഒന്നിച്ചൊരു കട്ട് ചെയ്യുക. അത് വേറെ ഒന്നിലും ചെയ്യേണ്ട, ഒറ്റ ഇതിൽ 180 ഡിഗ്രിയിൽ കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് ആ സെക്ഷൻ മാറ്റി വയ്ക്കണം. കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും അടുത്ത സെക്ഷൻ എടുക്കണം. അങ്ങനെ ഓരോ സെക്ഷനും അടുത്ത സെക്ഷനും എടുക്കുന്നത് നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത ഗൈഡ് ലൈനിൽ നിന്ന് വേണം, അതിൽ നിന്ന് വേണം ഒരു ഗൈഡ് ലൈൻ എടുക്കാനായിട്ട്. എന്നിട്ട് അടുത്ത സെക്ഷന് വീണ്ടും കുറച്ചെടുത്ത് അതും ഇതേപോലെ തന്നെ 180 ഡിഗ്രിയിൽ നമ്മൾ അതും കട്ട് ചെയ്യുക. എല്ലാം നല്ല ഭംഗിയായിട്ട് എടുക്കണം. സെക്ഷൻ എടുക്കുമ്പോൾ ഹെയറുകളൊന്നും താഴേക്ക് പോകാതെ വൃത്തിയായിട്ട് കോമ്പ് ചെയ്ത് എടുത്തതിന് ശേഷം 180 ഡിഗ്രിയിലേക്ക് കൊണ്ടുവന്ന് അത് വൃത്തിയായിട്ട് കട്ട് ചെയ്യുക. ഇത് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ അറിഞ്ഞുകൂടാത്ത കുട്ടികൾ കൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ കട്ട് ചെയ്ത് അത് ഭംഗിയാക്കി വയ്ക്കുക. ലെയറെല്ലാം കറക്റ്റ് ചെയ്യുന്ന താഴേക്ക് ഇടുക. വീണ്ടും അതിൽ നിന്ന് അടുത്ത സെക്ഷൻ എടുത്ത് ബാക്കി കിടക്കുന്ന ഹെയറിൽ നിന്നും കുറച്ചുകൂടി എടുത്ത് അങ്ങ് കട്ട് ചെയ്യുക. ഇത് അധികം ലെങ്തും പോകത്തില്ല. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും അധികം ലെങ്തും പോകത്തില്ല. പക്ഷേ കണ്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനി ഇതിനെ നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഭംഗി കറക്റ്റായിട്ട് അറിയണത്. അതിനെ ഓരോ സെക്ഷനായിട്ട് എടുത്തതിന് ശേഷം കുറേശ്ശെ എടുത്ത് അത് ബ്ലോ ഡ്രൈ ചെയ്ത് നല്ല ഭംഗിയാക്കി ആദ്യം താഴേക്കും പിന്നീട് തിരിച്ചും 2 സൈഡിലേക്കും നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യണം. അത് അങ്ങനെ ബ്ലോ ഡ്രൈ ചെയ്ത് കറക്റ്റ് ചെയ്ത് ഓരോ സെക്ഷനും എടുത്ത് ഹെയർ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത്രയും നല്ല ഭംഗിയായിട്ട് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റും അത്രയും നമുക്കിത് ഭംഗിയാക്കിയെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ എന്ന് ഓർക്കും. അത്രയും നല്ല വൃത്തിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ്. അവർക്ക് ലെങ്ത് അധികം കളയണ്ട എന്ന് പറയുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു രീതിയാണിത്. എന്നിട്ട് ഫ്രണ്ട് എപ്പോഴും അവർക്ക് എത്രത്തോളം കുറച്ച് ഫ്രണ്ട് ബാൻഡ്സ് ആയിട്ടിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, അത് കണ്ടോ, അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ കിട്ടിയ കണ്ടോ. ഇങ്ങനെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രം, ഇത് ബിഗിനേഴ്സിന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹെയർ കട്ടാണ്.
ബട്ടർഫ്ലൈ എന്ന് കേൾക്കുമ്പോൾ അയ്യോ അതെങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നത്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഹെയർ കട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.